രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കൂറുമാറ്റ സാധ്യത ഭയന്ന് മധ്യപ്രദേശിലെ എംഎൽഎമാരെ മറ്റൊരു സംസ്ഥാനത്തേക്ക് മാറ്റാൻ നീക്കം. ബിജെപി മൂന്നാമത്തെ സ്ഥാനാർത്ഥിയെ നിർത്തിയതോടെയാണ് കോൺഗ്രസ് ക്യാമ്പ് അങ്കലാപ്പിലായത്. മധ്യപ്രദേശിൽ 3 രാജ്യസഭാ സീറ്റുകളിലാണ് ഒഴിവുള്ളത്. ഒരു സ്ഥാനാർത്ഥിക്ക് ജയിക്കാൻ 58 വോട്ട് വേണം. 164 എംഎൽഎമാരുള്ള ബിജെപിക്ക് 2 പേരെ വിജയിപ്പിക്കാൻ 116 വോട്ട് മതി. 48 വോട്ടുകൾ ബാക്കിയുണ്ട്. കോൺഗ്രസ് എംഎൽഎമാരിൽ കണ്ണുവെച്ചാണ് ബിജെപിയുടെ നീക്കം. കോൺഗ്രസിന്റെ 66 എംഎൽഎമാരാണുള്ളത്. മീനാക്ഷി നടരാജനാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി. കോൺഗ്രസ് എംഎൽഎമാരെ കർണാടകയിലേക്ക് മാറ്റാനാണ് ഹൈക്കമാൻഡിന്റെ നീക്കം. ഈ മാസം 18-നാണ് രാജ്യസഭാ തിരഞ്ഞെടുപ്പ്. ഈ മാസം 18-നാണ് രാജ്യസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ ഒരു സമയത്താണ് രാജ്യസഭാ തിരഞ്ഞെടുപ്പിന്റെ കൂറുമാറ്റ സാധ്യതയൊക്കെ ഭയന്നുകൊണ്ടാണ് ഇപ്പോൾ മധ്യപ്രദേശിലെ എംഎൽഎമാരെ മറ്റൊരു സംസ്ഥാനത്തേക്ക് മാറ്റാനൊരു നീക്കമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബിജെപി മൂന്നാമത്തെ സ്ഥാനാർത്ഥിയെ നിർത്തിയതോടെ കൂടിയാണ് കോൺഗ്രസ് ക്യാമ്പ് വലിയൊരു ആശങ്കയിലായിട്ടുള്ളത്. മധ്യപ്രദേശിൽ 3 രാജ്യസഭാ സീറ്റുകളിലേക്കാണ് ഇപ്പോൾ ഒഴിവുള്ളത്. ഒരു സ്ഥാനാർത്ഥിക്ക് ജയിക്കാൻ 58 വോട്ടുകളാണ് ആവശ്യമായിട്ടുള്ളത്. അതിൽ 164 എംഎൽഎമാരുള്ള ബിജെപിക്ക് 2 പേരെ വിജയിപ്പിക്കാൻ 116 വോട്ടുകൾ വേണ്ടിവരും. 48 വോട്ടുകൾ ബാക്കിയുണ്ട്. എന്തായാലും കോൺഗ്രസ് എംഎൽഎമാരിൽ കണ്ണുവെച്ചാണ് ബിജെപി ഇപ്പോൾ നീക്കമൊക്കെ നടത്തുന്നത്. കോൺഗ്രസിന് 66 എംഎൽഎമാരാണുള്ളത്. ഇതുകൊണ്ട് തന്നെ വലിയൊരു ആശങ്കയിൽ തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വമുള്ളത്. മീനാക്ഷി നടരാജനാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി. കോൺഗ്രസ് എംഎൽഎമാരെ കർണാടകയിലേക്ക് മാറ്റാനാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് തീരുമാനിച്ചിട്ടുള്ളത്.